11ാം ക്ലാസ്സിൽ വെച്ച് തെറ്റായൊരു ബന്ധവും ശരിയായൊരു ബന്ധവും തിരിച്ചറിഞ്ഞു എന്നാണ് ഗൗരി എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്കറിയേണ്ടത് ശരിയായ ബന്ധത്തെക്കുറിച്ചാണ്. എന്തായിരുന്നു ആ സംഭവം? റീനു, അത് 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എന്റെ ബ്രദർ അന്ന് കോളേജിൽ ചേർന്നു. ബ്രദറിന്റെ സീനിയേഴ്സുമായിട്ടുള്ള ഫ്രണ്ട്സായി വന്നിട്ട് ഒരു ദിവസം ബ്രദറിന്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒരു 4 പേര് വീട്ടിൽ വന്നു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അനിയത്തിമാരുള്ള വീടുകളിലേക്ക് ചേട്ടന്മാര് ഫ്രണ്ട്സിനെ കൊണ്ടുവരണ്ട. എന്നിട്ട് പരിചയപ്പെട്ടു. അവർ 4 പേരുണ്ടായിരുന്നു. ഐ റിമെമ്പർ ദ നെയിംസ്. വൺ വാസ് അരുൺ, സന്ദീപ്, രാഹുൽ മാത്യു, ആൻഡ് there was another guy, ഋഷഭ് or something like that. Okay. അവര് ലോ കോളേജ് സ്റ്റുഡൻസ് ആണ്. അപ്പൊ അതിന്റെ ഒരു വൈബ്രന്റ് ടൈപ്പ് ഓഫ് കുട്ടികളാണ്. അപ്പൊ അവരന്ന് സെക്കൻഡ് ഇയർ ചെയ്യണു. ഞാനൊരു വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയൊന്നും അല്ലായിരുന്നു. എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ കമ്പനി ആയി കഴിഞ്ഞപ്പം ഫസ്റ്റ് ഓഫ് ഓൾ റീണു ഒരു 11th 12th സമയത്തൊന്നും ഐ ഡോണ്ട് സേ ദാറ്റ് വാസ് ആൻ അഫെയർ. നല്ല കൂട്ടായി. അതില് അരുൺ എന്ന് പറഞ്ഞ ചേട്ടനായിട്ടും രാഹുൽ എന്ന് പറഞ്ഞ ചേട്ടനായിട്ടും രണ്ടുപേരുമായിട്ട് ഞാൻ നല്ല കൂട്ടായി. ഒരുപോലെ കൂട്ടായി. സസ്പെൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ലവ് ഫാമിലി ലവ് ബൈറ്റ്സിൽ ഈ ലവ് സ്റ്റോറി തുടർന്നുകൊണ്ടേയിരിക്കും വിത്ത് റീനു ആൻഡ് ഗൗരി. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്. 2 ചേട്ടന്മാരോട് ഒരുപോലെ കൂട്ട്, അതും ചേട്ടന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത്. ലവ് ഫാമിലി ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ഗൗരി. എന്നിട്ട് കഥ അപ്പോൾ കൂട്ടായി. 11th സ്റ്റാൻഡേർഡ് കഴിഞ്ഞു, 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞു. ബട്ട് യു നോ സംതിങ്, 12th സ്റ്റാൻഡേർഡിൽ എന്റെ റിസൾട്ട്സ് വന്നു. നല്ല കുഴപ്പമില്ലാത്ത മാർക്കുണ്ട്. ആർക്ക് കുഴപ്പമില്ല, എനിക്ക് പറയണം. പൊതുവെ ആർക്കും കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ എന്റെ വീട്ടിലെല്ലാവരോടും പറഞ്ഞു. എന്റെ റിലേറ്റീവ്സ് കുറച്ച് പേരുണ്ട്, അമ്മയുടെ സിസ്റ്റേഴ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞു. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഐ ഡോണ്ട് നോ വൈ ഞാൻ രാഹുലിനെ വിളിച്ചിട്ട് പറഞ്ഞു. എനിക്ക് ആലോചിക്കുമ്പോ ചിരി വരുന്നുണ്ട്. ബിക്കോസ് ഐ റിമെമ്പർ ഓൾ ദോസ് ഡേയ്സ്. ഞാൻ വീട്ടിന്റെ മുറ്റത്തില് നമ്മൾ ചെന്ന് കയറുന്ന പടിയിലിരുന്നിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അപ്പൊ എനിക്കിപ്പോഴും അറിയില്ല, ബിക്കോസ് ഞാൻ എന്റെ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ട് നമ്മൾ മാർക്ക് എത്രയാന്നൊക്കെ ചോദിക്കുമല്ലോ. ഓബ്വിയസ്ലി നമ്മുടെ കൂടെ പഠിച്ചവരോടൊക്കെ അതൊക്കെ ചോദിച്ചു. അണ്ട് ഞാൻ അയാളെ വിളിച്ചു പറഞ്ഞു. അപ്പൊ വലിയ കാര്യമായിട്ട് വെരി ഗുഡ്, നല്ല കാര്യമുണ്ട്, അപ്പം പഠിക്കുകയൊക്കെ ചെയ്യുമല്ലേ, വെറുതെ കറങ്ങി നടക്കൊന്നും അല്ല എന്നൊക്കെ ഉള്ള ഡയലോഗൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചേട്ടാ ഞാൻ നന്നായി പഠിച്ചു, മാർക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. പിന്നെ വെച്ച് കഴിഞ്ഞപ്പം ഐ ഡോണ്ട് നോ, ഐ വാസ് ഹാപ്പി. ഞാൻ അയാളോട് പറഞ്ഞു കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം. എന്നിട്ടങ്ങ് പോയി. പിന്നെ ഐ ജോയിൻ ഫോർ സൈക്കോളജി ഗ്രാജുവേഷൻ. കോളേജ് ലൈഫ് ഞാൻ ട്രിവാൻഡ്രത്താ പഠിച്ചത്. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിനിടയിൽ നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല? ഇല്ലില്ല, നടന്നിട്ടില്ല. ഇതിനിടയിൽ ഒരു December 1st പുള്ളിയുടെ ബർത്ത്ഡേ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ കാർഡ് വാങ്ങാൻ പോയി. ദാറ്റ് ഇസ് 12th സ്റ്റാൻഡേർഡ് കേട്ടോ. 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഞാൻ കാർഡ് വാങ്ങാൻ പോയിട്ട്, അപ്പൊ എന്റെ ഫ്രണ്ട് ചോദിക്കേണ്ട ആർക്ക് വേണ്ടിയിട്ടാണ്. ഞാനിങ്ങനെ പറഞ്ഞു ചേട്ടായുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അവള് പോയി എടുക്കുന്നതൊക്കെ ബ്രദറിന്റെ കാർഡ്. അപ്പൊ എനിക്കതങ്ങോട്ട് വാങ്ങാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇപ്പൊ രേണു എന്നോട് പ്രപ്പോസ് ചെയ്തെന്ന് ചോദിച്ചോണ്ട് ഞാൻ പറയാം, ഇതിന് ഇത് പ്രപ്പോസൽ ആയോന്ന് എനിക്കറിയില്ല. ഞാൻ പക്ഷെ സമ്മൺ സ്പെഷ്യലിന്റെ കാർഡ് വാങ്ങിച്ചിട്ട് കൊടുത്തു. എനിക്ക് എത്ര അറിയുള്ളൂ. അപ്പം വെറുതെ നടന്നൊരു ചേട്ടനെ ഫോൺ ചെയ്ത് ബർത്ത്ഡേ വിഷ് ചെയ്ത് കാർഡ് കൊടുത്ത്, അതിപ്പോ ലവ് ബൈറ്റ്സില് രേണു എന്ന് ലവ് സ്പെഷ്യലിസ്റ്റ് പറയുന്നത് പ്രപ്പോസലാണ് എന്നാണെങ്കിൽ അതൊരു പ്രപ്പോസലാണ്. അതല്ലേ വെച്ചാൽ 12th വരെ പ്രപ്പോസ് ചെയ്തിട്ട് അതൊരു പ്രപ്പോസൽ തന്നെയാണ്. സോ ഗൗരി അറിയാതെയാണ് ജീവിതത്തിൽ ആദ്യത്തെ പ്രപ്പോസൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇനി അങ്ങോട്ട് ഒരുപാട് പറയപ്പെടാത്ത രഹസ്യങ്ങൾ കാണും. ഞാനതെല്ലാം ചെകഞ്ഞ് കണ്ടുപിടിക്കും മോളെ. ബിക്കോസ് ദിസ് ഇസ് ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ഗൗരി. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. മനോഹരമായ പ്രണയ ഗാനങ്ങൾ നിറഞ്ഞ ലവ് ഫാമിലി ലവ് ബൈറ്റ്സിൽ ഒരു പ്രണയ കഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 12ാം ക്ലാസ്സിൽ വെച്ച് വെറുതെ ഉള്ളൊരു ചേട്ടനെ പോയി അങ്ങോട്ട് കാർഡ് കൊടുത്ത് സമ്മൺ സ്പെഷ്യൽ എന്നും പറഞ്ഞ് പ്രപ്പോസ് ചെയ്ത ഗൗരിയാണ് റീനുവിന്റെ കൂടെ. എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ടെന്താ, വളരെ സ്നേഹത്തോടെ ആ ചേട്ടൻ ആ കാർഡ് വാങ്ങി. ദെൻ ടൈം മൂവ്ഡ് ഓൺ. ഞാൻ ഗ്രാജുവേഷന് ചേർന്നു. സൈക്കോളജിക്കാണ് ഞാൻ ഗ്രാജുവേഷന് ചേർന്നത്. ശ്രദ്ധിക്കണം രേണു, അപ്പോഴും ലോ കോളേജിലുണ്ട് കേട്ടോ. ലോ 5 വർഷമായത് നമ്മുടെ ഭാഗ്യമാണ്. പിന്നല്ലേ? അതെ അതെ. അപ്പോൾ സമയമുണ്ട് ആവശ്യത്തിന്. ഞാൻ ഗ്രാജുവേഷന് ചേർന്നു. അപ്പോൾ അയാൾ 3rd ഇയറിൽ കയറി. കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നു. ഒരു ഒഫീഷ്യൽ പ്രപ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെങ്ങനെയാ വെച്ചാല്, അപ്പോഴേക്കും നമ്മൾ നല്ല കോൺടാക്റ്റിൽ വന്നു, നല്ല ഫ്രണ്ട്സ് ആയി. ഐ ഗോട്ട് എ മൊബൈൽ ഫോൺ. പിന്നെ ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ പോകേണ്ടതായിരുന്നു. ഞാൻ പോയി ജോയിൻ ചെയ്തിട്ട് ഹോം സിക്നസ് ആണെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു. ഹോം സിക്നസ് ആയിരുന്നു, രാഹുൽ സിക്നസ്? അത് പക്ഷെ ഹോം സിക്നസ് ആയിരുന്നു. അപ്പം ബാംഗ്ലൂർ പോകുന്ന സമയത്ത് അച്ഛൻ മൊബൈൽ വാങ്ങി തന്നു. തിരിച്ചു വന്നിട്ട് ട്രിവാൻഡ്രത്ത് ജോയിൻ ചെയ്തു. പക്ഷെ മൊബൈൽ കയ്യിലുണ്ട്. അതവര് ചിന്തിച്ചില്ല. അതൊരു അത്രയും ബുദ്ധി ഇപ്പൊ എന്തോ ഉണ്ടായിട്ടില്ല. അത് അപ്പൊ അവരാണെങ്കിൽ തെറ്റുകാര് ഞാനല്ലേ? അല്ല, തീർച്ചയായിട്ടും നമുക്ക് സാഹചര്യം
കൊണ്ടുവന്ന അവരാണ്. വി കെപ്റ്റ് ഇൻ ടച്ച്. അതുണ്ടായിരുന്നു, മൊബൈലിൽ സംസാരിക്കുമായിരുന്നു, ഒക്കെ ചെയ്യായിരുന്നു. ഒരു ഞായറാഴ്ച ഇതുപോലെ, ദാറ്റ് വാസ് ഡ്യൂറിങ് മൈ ഫസ്റ്റ് ഇയർ ഇൻ മൈ ഗ്രാജുവേഷൻ, എനിക്ക് ഉറപ്പുണ്ട്. ആ സമയത്ത് ഇതുപോലെ രാഹുൽ ഒരു കല്യാണത്തിന് പോവായിരുന്നു ഫ്രണ്ടിന്റെ. അങ്ങോട്ട് പോകുന്ന വഴിക്ക് രാവിലെ പോവാണ് പറഞ്ഞു പോയി. ആ സമയം ഐ വാസ് ഇൻ ട്രിവാൻഡ്രം ആൻഡ് ദാറ്റ് മാരേജ് വാസ് ഹാപ്പനിങ് അറ്റ് അടൂർ. തിരിച്ചു വരുന്ന വഴി പതിവില്ലാണ്ട് റൈറ്റ് ഫ്രം അടൂർ ടിൽ ട്രിവാൻഡ്രം ഞങ്ങൾ ഫോണിൽ സംസാരിക്കണ്ടായിരുന്നു. ഓക്കെ, അതിന്റെ ഇടയിൽ എന്തോ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ ഐ ഹാഡ് ടു സേ സംതിങ് എന്ന ഒരു ഫീൽ എനിക്ക് വന്നു. മൂപ്പർക്ക് എന്തോ പറയണ്ടെന്ന് മൂപ്പർക്ക് വന്നു. അപ്പൊ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ 3 പ്രാവശ്യം ആ ആ ആ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിലായി ദാറ്റ് സംതിങ് എന്തോ പറയണമെന്ന് മനസ്സിലായി. പക്ഷെ അതിനകത്തൊരു ഐ ലവ് യു എന്നുള്ള പറയുന്ന ആ ഒരു ഫോമാറ്റ് ഒന്നും വന്നില്ല. ബട്ട് ഇത് മതിയായിരുന്നു. എന്നിട്ട് അപ്പൊ എന്റെ വീട്ടിലൊക്കെ വന്നു തുടങ്ങി. അപ്പൊ എന്നോട് ഞാൻ വെറുതെ ചോദിച്ചു, ഇന്ന് വൈകിട്ട് വരുമോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇന്ന് വൈകിട്ട് വരണല്ലോ. ദാറ്റ് വാസ് ഇറ്റ്. ഇത് ഞാൻ കേട്ടിട്ടുള്ളത് ഇന്നും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രപ്പോസലാ. മൂളെ കൊണ്ട് പ്രണയം അറിയിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. എങ്ങനെ അറിയിക്കാടോ പ്രണയം? ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സ്റ്റോറി ഷെയർ ചെയ്യണോ എന്നാൽ 56070 മെസ്സേജ് അയച്ചോ. ഫോമാറ്റ് ക്ലബ് എഫ് എം സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഈ പാട്ടുകൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ റീനു ആൻഡ് ഗൗരി ഇവിടെ ഉണ്ടാവും. കാരണം കഥ പകുതിയിലേ ആയിട്ടുള്ളൂ. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. ക്ലബ് എഫ് എമ്മിൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ഗൗരി. ഗൗരി വെറുതെ കാറിൽ സഞ്ചരിച്ചോണ്ടിരുന്നപ്പോ ഒരു പയ്യനെ കറക്കിയെടുത്ത് വീഴ്ത്തി വീട്ടിൽ വിളിച്ചു. എന്റെ തെറ്റാണ്. പയ്യൻ ഇങ്ങോട്ടാണോ വിളിച്ചത്? അന്ന് ഞാൻ പഠിക്കുന്ന കുട്ടിയാണ്, എനിക്ക് റീചാർജ് ചെയ്യാൻ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഇങ്ങോട്ടാണേ പയ്യന്റെ കുട്ടിയാണ്. എന്തുകൊണ്ടാണ് പയ്യൻ വിളിച്ചത്? നമ്മുടെ സുന്ദരിയും സുമുഖയും സുശീലയുമായിട്ടുള്ള ഒരു കുട്ടിയെ കണ്ടപ്പോ വിളിക്കാൻ തോന്നിയിട്ടുണ്ടാവും. അത് ശരിയാണ്, സുന്ദരി സുമുഖയാണ്. ചിലപ്പോ അതുകൊണ്ട് മാത്രമായിരിക്കില്ല, വിളിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്ക് തോന്നിക്കാണും എന്താണ് ഈ വർത്തമാനം എനിക്ക് എല്ലാ ദിവസവും കേൾക്കണമെന്ന്. ആണോ? രേണു, ഒരു വലിയ കോംപ്ലിമെന്റ് ആണ് എനിക്ക് കിട്ടാവുന്നത്. ഞാൻ കോംപ്ലിമെന്റ്സ് ഇനി ഒരുപാട് തരാം, പക്ഷെ കഥയുടെ ബാക്കി പറയണം. അതങ്ങനെ അങ്ങ് തുടങ്ങി. പിന്നെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ കോട്ടയത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ PG അപ്ലൈ ചെയ്തു. അപ്പോഴും പുള്ളിയുടെ ലോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 5 വർഷം ഉണ്ടല്ലോ. പുള്ളി എന്നോട് വെറുതെ ഒരു ദിവസം ട്രിവാൻഡ്രത്ത് ആംബ്രോസിയ പറഞ്ഞൊരു സ്ഥലമുണ്ട്. അന്ന് ഈ കഫേ കോഫിയുടെ ഒന്നും വലിയ സംഭവം ആയിട്ടില്ല. ആംബ്രോസിയുടെ സമയത്ത് ആംബ്രോസിയ ആയിരുന്നു നമ്മുടെയൊക്കെ തറവാട്. അവിടെ ഇരിക്കുക രണ്ടുപേരും കൂടെ കാപ്പിച്ചൂനോയും കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് വെറുതെ ഒരു ചോദ്യം, എടോ തനിക്കിപ്പോ അത്യാവശ്യം ഉണ്ടോ MG യൂണിവേഴ്സിറ്റിയിലും അവിടെയൊക്കെ പോയിട്ട് ഇവിടെ തന്നെ പഠിച്ചാ പോരെ? ചോദിക്കാൻ കാത്തിരിക്കല്ലേ? മതി അവിടെ മതി. അപ്പൊ സമ്മതിച്ചു. അടുത്ത നിമിഷം വീണ്ടും എന്റെ ആ 3 വർഷം പഠിച്ച അതേ കലാലയത്തിലേക്ക് ഞാൻ വീണ്ടും 2 വർഷവും കൂടി തകൃതിയായി പഠിക്കുന്നു, തകൃതിയായി പ്രേമിക്കുന്നു. രണ്ടും നടക്കുന്നുണ്ട്. എനിക്കൊരു സംശയമുണ്ട്. എന്താണ്? ചേട്ടന്റെ ഫ്രണ്ടല്ലേ? ചേട്ടൻ അറിഞ്ഞില്ലേ? എന്നിട്ട് അറിഞ്ഞില്ലേ? നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലല്ലേ അപ്പൊ നേരിട്ട്. പിന്നെ എന്റെ MA കഴിഞ്ഞു. ആ സമയത്ത് ഫ്രീ ആയിട്ടുള്ള ഒരു ഫോൺ ഉണ്ടായിരുന്നു. ഫോൺ മേടിച്ചു രണ്ടുപേരും. ഫ്രീ കോൾ ഉണ്ട്. പിന്നെ അതിനാവശ്യമല്ലേ രേണോ? എന്റെ ഗൗരി, നമ്മുടെ ജീവിതത്തിൽ ഇല്ലാണ്ട് പറ്റുമോ? നമ്മളിപ്പോ പൈസ ചുമ്മാ കളയരുതെന്ന് എന്തായാലും പേരന്റ്സ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്രീ ആയിട്ടുള്ള ഫോൺ എടുക്കും. ഗൗരിയുടെ വീട്ടിൽ എനിക്ക് മനസ്സിലാവുന്നിടത്തോളം ചെറിയ പ്രോബ്ലംസ് ആയിരുന്നു. ഈ പാട്ടുകൾക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ നമുക്ക് ആ പ്രശ്നങ്ങളെ കുറിച്ച് പറയാം. സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ്. കാരണം ഇവിടെ മാത്രം ഇനി എനിക്ക് തോന്നുന്നു ടൺ കണക്കിന് ടെൻഷൻസ്.